ഹായ്, ഞാനൊരു വ്യത്യസ്തമായിട്ട് കൃഷി നടത്തുന്ന ഒരാളെ കാണാൻ വേണ്ടി വന്നു. ആളിൻ്റെ സുഹൃത്തിൻ്റെ മകനാണ്. വ്യത്യസ്തമായ കൃഷി എന്ന് പറഞ്ഞാൽ ഞണ്ട് കൃഷിയാണ്. ഞണ്ട് കൃഷി നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതും അപ്പോൾ അവരോട് തന്നെ നമുക്ക് അതിനെപ്പറ്റി എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം. ആളെ പേര് വൈശാഖനാണ്. അതെ, നമ്മൾ പല കൃഷികളും നമ്മളെ നാട്ടിൽ നിന്നുണ്ട്. കൂൺ കൃഷിയുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്. ഈ മഡ്ക്രാബ് കൃഷി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടുകണ്. അത് നമ്മളെ നാട്ടിലും ഞാൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു താല്പര്യം കിട്ടിയത്, അതിനൊരു പ്രചോദനം ഉണ്ടാകില്ല. ഞാനൊരു 6 കൊല്ലം പുറത്തായിരുന്നു മസ്കറ്റിൽ. ഓക്കെ. അപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു താല്പര്യം ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് മഡ്ക്രാബിൻ്റെ ഒരു ഫാറ്റനിങ് യൂണിറ്റിനെ പറ്റിയിട്ട് വീഡിയോ കാണുന്നത്. ഓക്കെ. അത് റാസസിസ്റ്റാണ് അവർ ചെയ്യുന്നത്. ഇന്തോനേഷ്യയിലെ ഒരു ടീമിൻ്റെ വീഡിയോ ആണ് കാണുന്നത്. അപ്പം നമ്മുടെ നാട്ടിലത് ഇങ്ങനെ ആരൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നോക്കി യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് ഒരാളെ പരിചയപ്പെട്ട് അത് ഒരു 9-10 കൊല്ലം മുന്നേ ആൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ റാസ് ഇന്തോനേഷ്യ ടീമിനെ തന്നെ കോൺടാക്ട് ചെയ്ത് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്ത് അവരെ കുറച്ച് ഫയലും കാര്യങ്ങളൊക്കെ അവർ അയച്ചു തന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നെയും ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പഠിക്കുമ്പം എറണാകുളത്തുള്ളൊരു ടീം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് അപ്പം ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഓഫ്ലൈൻ കോഴ്സ് ആയിരുന്നു. ചാർജൊക്കെ മേടിച്ച്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ എനിക്കൊരു ക്ലാസ് ബെനിഫിറ്റ് ആയില്ല. അവർ രണ്ടൊരു PDF അയച്ചു തന്നു. ഞാനൊരു വീഡിയോ കോൾ ചെയ്തിട്ട് ഫാം വിസിറ്റ് അങ്ങനത്തെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ നടക്കുന്നതനുസരിച്ച് നമ്മളൊരു കൂട്ടുകാരനെ പരിചയപ്പെട്ടു. കൂട്ടുകാരനല്ലായിരുന്നു, നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് നിന്നപ്പോൾ കൂട്ടുകാരനായതാണ്. അവന് ഞണ്ട് ചെയ്യുന്ന ഒരാളാണ്. അതിൽ നിന്നാണ് ആളെ പേര്. ആള് എവിടുത്തുകാരനാണ്? കൊടുങ്ങല്ലൂർ. അപ്പം ആളാണ് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന ഒരാൾ തുടക്ക സമയത്ത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, കാര്യങ്ങളൊക്കെ പറയും. അവൻ്റെ സംശയം, ഞാൻ എൻ്റെ സംശയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടാണ് ഈ രീതിക്ക് ഞാൻ ചെയ്തെടുത്തത്. ഇതിന് നല്ല മുടക്കുള്ള കൃഷിയാണ്. മുടക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും. ഇതിലിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നതൊക്കെ ഫുൾ ക്രേറ്റിലാണ്. അപ്പം ഇതിൻ്റെ മെറ്റീരിയൽ അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയലാണ്. HDP മെറ്റീരിയലാണ്. ഫുഡ് ഗ്രേഡിന്റെ സാധനമാണ്. അപ്പൊ ഇതിപ്പോ ഡ്രമ്മിൽ ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കാട്ടും ചെലവ് കുറയും. ഡ്രമ്മല്ല, സോറി, ചെറിയ ക്യാനിൽ ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കാട്ടും ചെലവ് കുറയും. ഒരു ഞണ്ടിനെ തന്നെ ഒരു ഞണ്ടിൽ ഒരു ഞണ്ടേ പറ്റുള്ളൂ. ഇതിന് ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? രാവിലെയും കൊടുക്കും, രാത്രിയും കൊടുക്കും. നാടൻ മത്സ്യങ്ങളാണോ അല്ലെങ്കിൽ മീൻ തന്നെയാണ് കാര്യമായിട്ട് കൊടുക്കുക. പിന്നെ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പം നമ്മളെ കക്ക അങ്ങനെയൊക്കെ കൊടുക്കും. അതിന് ഫുഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും. അത് മാറ്റി കൊടുക്കും അല്ലേ? ഒരു ദിവസം മത്തിയാണെങ്കിൽ ചില ദിവസം അയിലായിരിക്കും. അയില കൊടുക്കൂല. അയില അങ്ങനത്തെ ടൈപ്പ് മീനാകുമ്പോഴത്തേന് വെള്ളത്തിലേക്ക് പെട്ടെന്ന് പൊടിഞ്ഞു വരും ഇതിന്റെ മാംസം. അപ്പോൾ ആ ടൈപ്പ് ഫുഡ് കൊടുക്കില്ല. ഇത് ശരിക്കും എന്താ വെച്ചാൽ ഇതിലിപ്പോൾ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഒരു ശുദ്ധീകരണം കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ മത്സ്യത്തിന്റെ വേസ്റ്റെല്ലാം കൂടെ ചെല്ലുമ്പോൾ അമോണിയൊക്കെ കൂടിയിട്ട് വലിയ പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ അതിന് ഇത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ക്ലിയർ ആകാനാണ് ഈ മെഷീൻ സിസ്റ്റം ചെയ്യുന്നത്. ഓക്കെ. അത് ഈ വെള്ളം എന്താണ് വരേണ്ടത്? ഇപ്പം ഈ വെള്ളത്തിൽ ഈ ഞണ്ടിന്റെ വേസ്റ്റ് ഫുഡിന്റെ പാർട്ടിക്കിളും കാര്യങ്ങളെല്ലാം വരും ടാങ്കിലേക്ക്. അപ്പോൾ ഇതിനടിയിൽ വെച്ചിരിക്കുന്നതാണ് ഒരു സെറ്റിലിംഗ് ടാങ്ക്. അപ്പോൾ ഈ സെറ്റിലിംഗ് ടാങ്കിൽ നമ്മൾ നെറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ഫുഡ് പാർട്ടിക്കിളൊക്കെ അതിൽ വരും, വേസ്റ്റ് വരും. പിന്നെ അടിയിൽ നെറ്റ് ഉണ്ട്, അതിലും തങ്ങി നിൽക്കും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഒരു സബ്മേഴ്സിബിൾ മോട്ടർ ഉണ്ട്. ആ സബ്മേഴ്സിബിൾ മോട്ടർ ത്രൂ നമ്മളൊരു കാനിസ്റ്റർ ടൈപ്പ് ഫിൽറ്റർ ഇവിടെ ചെയ്തിട്ടുണ്ട്. വൈശാഖേ, ആ ടാങ്ക് ഇപ്പോൾ എന്തിനാവശ്യത്തില്ല? വലിയ ടാങ്ക്. ആ ടാങ്ക് ഒരു കാനിസ്റ്റർ ടൈപ്പ് ഫിൽറ്ററാണ്, നമ്മളിവിടെ മേക്ക് ചെയ്തെടുത്താൽ. അപ്പം അതിലോട്ടാണ് ഫസ്റ്റ് ഈ സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് വെള്ളം പോകുന്നത്. അതിലൊരു 7-8 ടൈപ്പ് ഫിൽറ്റർ മീഡിയാസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ എല്ലാം വെള്ളം പാസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് പ്യൂരിഫൈ ആയിട്ട് ഈ ടാങ്കിലേക്കാണ്. ഇതിലുള്ള മെറ്റീരിയൽ എന്താണ്? ഇതിൽ MBBR എന്ന് പറയും. ഒരു ഫൈബറാണോ സാധാരണ? അല്ല, ഇത് പ്ലാസ്റ്റിക്കാണ്. ഇതാണ് MBBR. ഈ MBBRൽ എയറേഷൻ മറ്റുള്ള കാര്യങ്ങൾ, എയറേഷനാണ് കാര്യമായിട്ട്. എയറേഷൻ കൊടുത്തിട്ടാണ് ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ എന്നുള്ളൊരു ബാക്ടീരിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ ആണ് ഈ അമോണിയനെ ക്ലിയർ ചെയ്യുന്ന ബാക്ടീരിയ. അതിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് എല്ലാ പ്രോസസ്സും നടക്കുന്നത്. ഇതിന്ന് വെള്ളം നേരെ ഇതിലേക്കാണ് വരുന്നത്. ഈ ടാങ്കിലേക്കാണ് വരുന്നത്. ഈ ടാങ്ക് നമ്മൾ ഫൈനലായിട്ട് സിസ്റ്റത്തിലേക്ക് വെള്ളം പോകുന്ന ടാങ്കാണ്. ഏറ്റവും നല്ല വെള്ളം. അപ്പം അതിൽ നമ്മൾ ഒന്നും കൂടി പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓസോണിൻ്റെ ഒരു ഫിൽട്രേഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓസോണിൻ്റെ ഒരു ഫിൽട്രേഷൻ യൂണിറ്റ് ഉണ്ട്. പിന്നെ ഒരു UVൻ്റെ ഫിൽട്രേഷൻ യൂണിറ്റ് ഉണ്ട്. ഇതിൽ UV ലൈറ്റിൻ്റെ ഫിൽട്രേഷനാണ്.
പിന്നെ വന്നിട്ട് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. ടൈമറാണോ ഇത് ടൈമർ, ഇതൊരു ഓസോണിന്റെ ടൈമർ ആക്കി കൊടുത്തതാ. ഒരു അരമണിക്കൂർ. കറണ്ടൊക്കെ നിന്ന് പോയാൽ എന്താ ചെയ്യാം? കറണ്ട് നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു ചോദ്യമാണല്ലോ. കറണ്ട് നിന്ന് പോയാലും കാണുന്നവർക്കൊന്ന് മനസ്സിലാട്ടെ. കറണ്ട് നിന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ക്രാബും വെള്ളവും ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഫുഡൊന്നും കൊടുക്കാണ്ട് ഒരു 3-4 മണിക്കൂറൊക്കെ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. അതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേന് അമോണിയ ഫോം ആയി കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നമാവും. അപ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ കഴിഞ്ഞ ചെയ്യുക, ഇവിടെ ഇൻവെർട്ടറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഈ കൂട്ടത്തെ വെള്ളം ഡ്രെയിൻ ചെയ്യും. കംപ്ലീറ്റ് വെള്ളം ഡ്രെയിൻ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഞണ്ട് മാത്രമാവും, വെള്ളം ഉണ്ടാവില്ല. ആ കണ്ടീഷനിൽ ഫുഡ് കൊടുക്കാണ്ട് ഒരു 4 ദിവസം വരെ ജീവിക്കും. ഫുഡ് കൊടുക്കരുത്, അതിൻ്റെ കൊടുക്കാൻ പാടില്ല. എന്നിട്ടാണ് ഈ വെള്ളം ഇരുന്നാണ് വെള്ളം ഈ ടാങ്കിലേക്ക്, ഈ പൈപ്പിൽ നിന്ന് ഈ ടൈമറിൻ്റെ ഉള്ളിൽ കൂടെ മുന്നിൽ കൂടെ വെച്ചിട്ടുള്ള ഈ പൈപ്പിൽ നിന്ന് നേരെ പോണത് ഏറ്റവും മുകളിലേക്കില്ല ഈ പൈപ്പിലേക്കാണ് അല്ലേ? ഈ വലിയ പൈപ്പിലേക്കാണ് വരുന്നത്. അവിടെ നിന്നാണ് ഓരോ കണ്ടെയ്നറിലേക്കും നിങ്ങൾ ഈ വെള്ളം പോകുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നറിലേക്കാണ് ഞണ്ടിനെ നമുക്ക് കാണാം. അപ്പോൾ വെള്ളം ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ 24 മണിക്കൂറും വെള്ളം ഇങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. അത് ആയിരിക്കും. അതാ ഞണ്ടുണ്ട്. ഞണ്ടിലേക്ക് ലൈറ്റ് ഞണ്ടുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഞണ്ടുകളാണ്. ഇതിൽ 2 നേരമാണ് ഇവർ ഭക്ഷണം കൊടുക്കുക. അടിപൊളി ഞണ്ടാണ്. ഇതിന് മാർക്കറ്റിംഗ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ മാർക്കറ്റ് എന്ന് പറയുമ്പം പുറത്തോട്ട് എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ളൊരു ഞണ്ടാണ്. പുറത്തോട്ടാണ് അധികം പോകുന്നത്. 1 കിലോൻ്റെ മേലെ ആവണമെന്നാണ് അറിയപ്പെടുന്നത്. അല്ല, അങ്ങനെ 1 കിലോൻ്റെ മുകളിലേക്ക് വരുമ്പോഴത്തേന് ഇതിൻ്റെ റേറ്റ് കൂടും. ആ 1 കിലോൻ്റെ താഴത്തോട്ട് വരുന്നതിനനുസരിച്ചിട്ട് റേറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരും. ഒരു 3-4 ഗ്രേഡാണ് ഇതിന് പറയാം. മീഡിയം സൈസ്, ബിഗ്, XL, ഡബിൾ XL. ഡബിൾ XL എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്. ഏറ്റവും വലുത് പറയുമ്പോൾ 1 കിലോ പ്ലസ് ആണ് ഡബിൾ XL. ഇതിപ്പോൾ എത്ര ഇതിൽ 48 കണ്ടെയ്നറിലാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കണതില്ല? 48 ബോക്സ് ക്രേറ്റ്. ഇത് ഉണ്ടാക്കിയതൊക്കെ ആരാണ്? ഇത് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മൾ വിജയേന്ദ്രൻ എന്നൊരു കൂട്ടുകാരനുണ്ട്. പിന്നെ ബാക്കി നമ്മളെ കൂട്ടുകാരൊക്കെ ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ അവനാണ് കൈകാര്യം ചെയ്തത്. ഇവിടെ പൈസ കൊടുത്ത് വാങ്ങാൻ വലിയൊരു എമൗണ്ട് ആണ്. വലിയൊരു എമൗണ്ട്. ഇത് ഇവിടെ പണിക്കൂലി കുറെ കുറഞ്ഞു കിട്ടും. പിന്നെ നമ്മളെ സ്വന്തം ഐഡിയൊക്കെയാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇതിന് എന്തെങ്കിലും സഹായങ്ങൾ എന്തെങ്കിലും കൃഷിഭവൻ സഹായം നിലവിൽ ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. പിന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. മേ ബി കിട്ടുമായിരിക്കും, അറിയില്ല. ഭാഗ്യം, കിട്ടിയ ഭാഗ്യം അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല ഉഷാറായിട്ട് പോട്ടെ. ഇത് വലിയ യൂണിറ്റ് ഉണ്ടാക്കട്ടെ, ആണല്ലോ വേണ്ടേ. ഇത് നഷ്ടങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല ഇതിന്? നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ മോർട്ടാലിറ്റി ഉണ്ട്, അത് നമ്മൾ പറയണം. ചാവും, ജീവുള്ള സാധനമാണ്. പുഴ കിടക്കുന്ന സാധനം, കടലിൽ കിടക്കുന്ന സാധനമാണ് നമ്മൾ കൊണ്ടുവരിക, ചാവും. ഇതിന് എങ്ങനത്തെ ഞണ്ടിനെ ഞങ്ങൾക്ക് എടുക്കാൻ? നന്ന ചെറിയ കുട്ടികളെ വാങ്ങുകയാണ് ചെയ്യുക? അല്ലല്ല, കുട്ടികളെ വാങ്ങിയിട്ട് നമുക്ക് ഒരിക്കലും ഈ സൈസിലേക്ക് നമുക്ക് അങ്ങനെ എത്തിക്കാൻ പറ്റും. ഹാച്ചറി സിസ്റ്റം ഒക്കെ ആണെങ്കിൽ പറ്റും. ഇത് അങ്ങനെയല്ല. ഇത് വാട്ടർ ക്രാബ് എന്ന് പറയും. ഈ മഡ് ക്രാബ് തന്നെ നമ്മൾ ഷെല്ല് പൊഴിച്ച് കഴിഞ്ഞിട്ട് ഉള്ളത്തെ മാംസം ഉറക്കാത്തൊരു കണ്ടീഷനാണ്. അതെ, അതാണ്. അതിന് നമ്മൾ ഇതിൻ്റെ ഷോപ്പ്, പിന്നെ കടലിൽ പോണ ആൾക്കാർ, കായലിൽ നമ്മളെ പുഴ, കടലുണ്ടി പുഴ, അവിടെയൊക്കെ പോണ തോണിക്കാരായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ അവർ കിട്ടുന്ന സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്യും, ഞാൻ പോയിട്ട് എടുത്തു പോയി. അതിനങ്ങനെ വിലകളൊക്കെ നല്ല വില ഉണ്ടാ? വില കുഴപ്പമില്ലാത്തൊരു വില ഉണ്ട്. അത് ഓരോ സൈസിന് ഓരോ റേറ്റൊക്കെ ആയിട്ട് ഞാൻ കയറ്റി അയക്കുന്നത്. ഞാൻ കരുവന്തിരുത്തിയൊക്കെ ആയിട്ട് കുറച്ച് ഷോപ്പുണ്ട് നമുക്ക് പരിചയമുള്ള, അവിടെ കൊടുക്കും. അവർ നമ്മളെ കാലിക്കറ്റിൽ നിന്ന് ചെന്നൈ, എൻ്റെ ഒരു അറിവ് പ്രകാരമാണ് ചെന്നൈയിലേക്ക് വിടും. അവിടെ നിന്ന് അവരെ ജസ്റ്റ് ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സിംഗപ്പൂർ, ജപ്പാൻ, തായ്ലാൻഡ്, മലേഷ്യ, ആ വക കൺട്രിയിലേക്ക് ജീവനോട് കൂടിയിട്ടാണ് അയക്കുക. ഏതൊരു ചെറുപ്പക്കാർക്ക് ഇത് തുടങ്ങാൻ പറ്റിയ സാമ്പത്തികം ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റിയ ഒരു തൊഴിലാണ്. തൊഴിൽ മേഖലേൻ്റെ കൊടുത്ത് കൂട്ടാൻ പറ്റുമോ? ഇതിപ്പോൾ വരുമാനം ഉണ്ടാവുമോ? ഡെയിലി അല്ല വരുമാനം. അത് മഡ് ആവണതിനനുസരിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക ചെയ്യാം. റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അതുണ്ട്. അത്ര സിമ്പിളായൊരു പരിപാടിയല്ല. കൺസിസ്റ്റൻസി ആയിട്ട് യൂട്യൂബിലൊക്കെ ഞാനും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ 500 രൂപയ്ക്ക് ഞണ്ടിനെ വാങ്ങി 20 ദിവസം വളർത്തിയിട്ട് 2000 രൂപയ്ക്ക് കൊടുക്കാം. എൻ്റെ ഒരു അനുഭവത്തിൽ നടപടിയാവില്ല, സമയം എടുക്കും. ഇതിന് മരുന്നും കാര്യങ്ങളൊക്കെ എങ്ങനെ? മരുന്നൊന്നും നിലവിലില്ല. ഫുഡ് മാത്രം, ഫുഡാണ് കാര്യമായിട്ട് കൊടുക്കുക. പിന്നെ ഈ ഷെല്ല് ഹാർഡാവാൻ വേണ്ടിയിട്ട് ഇവർ ഫുഡിൽ നിന്ന് വേണ്ട മിനറൽസ് വലിച്ചെടുക്കും. പിന്നെ ഈ ഉള്ള വെള്ളത്തിൽ നിന്ന് ഒരു മിനറൽസ് വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്യും. അപ്പം കാര്യമായിട്ട് വേണ്ട മിനറൽസ് കുറവുണ്ടെങ്കിൽ
നമ്മൾ ടെസ്റ്റ് കിറ്റൊക്കെ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മിനറൽസ് ആഡ് ചെയ്ത് കൊടുക്കും. ഷെല്ല് വഴി കുറേ വലിച്ചെടുക്കും. അങ്ങനെ ഈ കൂടുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഓർഡർ കിട്ടാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? റിസ്ക് ആണല്ലേ ഉണ്ടാക്കി കൊടുക്കൽ? എനിക്ക് വേറൊരു പണി ഉള്ളത് കാരണം അത് വിട്ടിട്ട് ഇത് പോയി ചെയ്ത് കൊടുക്കുക എന്നുള്ളത് റിസ്ക് ആണ്. പക്ഷേ നമുക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നോക്കാം. എന്ത് ഹെൽപ്പ് നിങ്ങളിത് ചെയ്ത് കൊടുക്കും? ആരെങ്കിലും തുടങ്ങുന്ന താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് അതൊരു ക്ഷീണമല്ല. ഇല്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പോൾ വേറെ ആളുകൾ ഉണ്ടായി വരട്ടെ. വരട്ടെ. നാട്ടിലോരോ വ്യവസായങ്ങൾ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കണം, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് പല ഹെൽപ്പുകളും കിട്ടും, അവർക്കും കിട്ടും, അവർക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ കൂടുതൽ ഉഷാറാട്ടോ. ഓക്കെ.